ഹലോ കൂട്ടുകാരെ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിധി ചേർത്തരൻ്റെ ഹൃദയങ്ങൾ പാർട്ട് 5. അർജുൻ ലണ്ടൻ കമ്പനിക്ക് തൻ്റെ തീരുമാനം അറിയിച്ചു. ക്ഷമിക്കണം, ഈ അവസരം ഞാൻ സ്വീകരിക്കാൻ കഴിയില്ല. സെൻറ്റ് ബട്ടൺ അമർത്തിയ നിമിഷം അവൻ്റെ മനസ്സിലൊരു സമാധാനം നിറഞ്ഞു. ആ തീരുമാനം ദേവികയോട് പറഞ്ഞിരുന്നില്ല. വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ ദേവിക ചോദിച്ചു, ലണ്ടനിൽ നിന്ന് വീണ്ടും വിളിച്ചു? അർജുൻ ചെറുചിരിയോടെ പറഞ്ഞു, വിളിച്ചു. ഞാൻ എൻ്റെ തീരുമാനം പറഞ്ഞു. എന്ത് തീരുമാനമാണ് എടുത്തത്? അർജുൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഒരു ജോലിയല്ല, നീയാണ്. ആ വാക്കുകൾ കേട്ട ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്കായി ഇത്ര വലിയൊരു സ്വപ്നം വേണ്ടെന്ന് വയ്ക്കാൻ പാടില്ലായിരുന്നു. അർജുൻ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. സ്വപ്നങ്ങൾ വീണ്ടും വരാം, പക്ഷേ നീ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ വന്നിട്ടുള്ളൂ. ആ നിമിഷം ദേവികയ്ക്ക് അർജുനോടുള്ള സ്നേഹം ഇരട്ടിയായി. ഇതെല്ലാം കണ്ടുനിന്ന രാഘവനും സുജാതയും സന്തോഷത്തോടെ പരസ്പരം നോക്കി. സുജാത പതുക്കെ പറഞ്ഞു, ഇവരെ ഒന്നിപ്പിച്ചത് നമ്മളല്ല, വിധിയാണ്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അർജുൻ്റെ ഫോണിലേക്ക് ഒരു പുതിയ ഇമെയിൽ വന്നു. റിഗാർഡിംഗ് യുവർ ലണ്ടൻ ആപ്ലിക്കേഷൻ. അർജുൻ പതിയെ ഈ ഇമെയിൽ തുറന്നു. അത് വായിച്ചപ്പോൾ അവൻ്റെ കണ്ണുകൾ അത്ഭുതത്തോടെ വിടർന്നു. ഡിയർ മിസ്റ്റർ അർജുൻ, നിങ്ങൾ ഞങ്ങളുടെ ഓഫർ നിരസിച്ചതിൽ വിഷമമുണ്ട്. എന്നിരുന്നാലും നിങ്ങളുടെ സത്യസന്ധമായ മറുപടി ഞങ്ങളെ ആകർഷിച്ചു. ഭാവിയിൽ ഇന്ത്യയിൽ ആരംഭിക്കുന്ന ഞങ്ങളുടെ പുതിയ പ്രൊജക്റ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇമെയിൽ വായിച്ച് തീർന്നപ്പോൾ അർജുൻ ഒരു ദീർഘനിശ്വാസം വിട്ടു. ദേവിക അടുത്തു വന്ന് ചോദിച്ചു, എന്താണതിൽ? അർജുൻ ഫോൺ അവൾക്ക് കൈമാറി. എല്ലാം വായിച്ച ദേവികയുടെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു. കണ്ടോ, ചിലപ്പോൾ നമുക്ക് നഷ്ടമായി എന്ന് തോന്നുന്നതാണ് ദൈവം മറ്റൊരു വഴിയിലൂടെ തിരികെ തരുന്നത്. അർജുൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, പക്ഷേ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം നീ തന്നെയാണ്. അത് കേട്ട് ദേവിക നാണത്തോടെ തല താഴ്ത്തി. ലണ്ടൻ ജോലിയുടെ വിഷയം അവസാനിച്ചതോടെ അർജുൻ്റെ മനസ്സ് പൂർണ്ണമായി ശാന്തമായി. ഇപ്പോൾ അവൻ്റെ ലോകം ദേവിക മാത്രമായിരുന്നു. വൈകുന്നേരം വീട്ടിലെ ടെറസിൽ തണുത്ത കാറ്റ് വീശുകയായിരുന്നു. ദേവിക ആകാശത്തേക്ക് നോക്കി നിൽക്കുമ്പോഴായിരുന്നു പിന്നിൽ നിന്ന് അർജുൻ പതുക്കെ അടുത്തു വന്നത്. എന്താ ഇത്ര ആലോചിക്കുന്നത്? ദേവിക ചെറുചിരിയോടെ പറഞ്ഞു. ഒന്നുമില്ല, ജീവിതം ഇത്ര മനോഹരമാകുമെന്ന് ഒരിക്കലും കരുതിയില്ല. അർജുൻ അവളുടെ അരികിൽ നിന്നു. ഞാനും കരുതിയിരുന്നില്ല നിന്നെ ഇത്ര അധികം സ്നേഹിക്കുമെന്ന്. ദേവിക നാണത്തോടെ അവനെ നോക്കി. ഇപ്പോൾ ഒരു ദിവസം നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല. ദേവിക നാണത്തോടെ അവനെ നോക്കി. ദേവിക ചെറുതായി ചിരിച്ചു. ദേവികയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ചെയ്യുമോ? നീ പറയുന്ന എന്തും. എന്നെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടരുത്. അർജുൻ ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. അവൻ പതുക്കെ അവളുടെ 2 കൈകളും തൻ്റെ കൈകളിൽ ചേർത്ത് പിടിച്ചു. ഇതൊരു വാക്കല്ല ദേവിക, ഒരു വാഗ്ദാനമാണ്. ജീവിതം മുഴുവൻ നിന്റെ കൈ വിട്ടുപോകില്ല. ദേവികയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ഇത്ര സ്നേഹം എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അർജുൻ അവളുടെ നെറ്റിയിൽ സ്നേഹത്തോടൊരു ചുംബനം നൽകി. നീ കരയുമ്പോൾ എനിക്ക് സഹിക്കില്ല. ദേവിക അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. കുറച്ചു നേരം ഇരുവരും ഒന്നും സംസാരിച്ചില്ല. ആ നിശബ്ദത പോലും അവരുടെ പ്രണയം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേക്കും താഴെ നിന്ന് സുജാതയുടെ ശബ്ദം കേട്ടു. അർജുനെ, ദേവികെ, ഭക്ഷണം റെഡിയാണ്. ഇരുവരും പരസ്പരം നോക്കി ചിരിച്ചു. അർജുൻ പതുക്കെ പറഞ്ഞു, ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം, നീ. ദേവിക അവൻ്റെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് താഴേക്ക് നടന്നു. തുടരും. അപ്പോൾ അടുത്ത പാർട്ട് വേഗം ഇടാട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.